ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ള ഏരിയാന്ന് കാണിക്കട്ടെ. ഞാനെൻ്റെ തീയൻ്റെ വീട്ടിലാണുള്ളത്. നിങ്ങളെല്ലാം പറയും ഭർത്താവിൻ്റെ വീട്. തീയൻ്റെ വീട്ടിൻ്റെ അപ്പുറം തന്നെ പുഴയാന്ന് കേട്ടാ, ആടെയാണ് ഉള്ളത്. അപ്പോൾ വെറുതെ നമ്മളെ പഴയ ആ ഒരു നോസ്റ്റാൾജിയെല്ലാം ഇവിടെ നമ്മൾ ഇവിടുന്ന് അലക്കലെല്ലാം ഉണ്ട്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു 12 കൊല്ലം മുമ്പ്. എന്നെ കല്യാണം കഴിച്ച് വന്ന ഉടനെ ഇവിടെ പുഴക്കിൽ നിന്നാണ് എല്ലാവരും അലക്കുക. പിന്നെ കുറേ ആൾ കുളിക്കുന്നുണ്ടാവും. അന്നേരം ഇവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പുഴയാന്ന് എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കൽ. അപ്പോൾ ഇന്ന് എല്ലാ വീട്ടിലും വെള്ളവും കാര്യങ്ങളെല്ലാം ആയി. ജപ്പാൻ കുടിവെള്ളം, ചൈന കുടിവെള്ളം, അങ്ങനെ പല വെള്ളമുണ്ട്. അപ്പോൾ ഇന്നാരും വെള്ളത്തിനൊന്നും എന്താ പറയണ്ടേ, അലക്കാനൊന്നും ഇങ്ങോട്ട് വരില്ല. അപ്പം നമ്മൾ ആ ഒരു പണ്ട് മീൻസ് 12 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ ഫെബ്രുവരി വന്നാൽ. അപ്പോൾ 12 കൊല്ലം മുമ്പ് ഞാൻ വിചാരിക്കുക എന്ത് രസേന ഇവിടെ എത്ര ആൾ രാവിലെ ഉണ്ടാവും അങ്ങനെയല്ലോ. അപ്പോൾ വെറുതെ ഇന്നലെ ഇവിടെ നിന്ന്, അതുകൊണ്ട് വെറുതെ വന്ന് രാവിലെ പുഴേൻ്റെ അടുത്തെല്ലാം വന്നതാണ്. ഇന്നും മഞ്ഞ് മാറിയിട്ടില്ല, നല്ല കോടയുണ്ട്, കാണുന്നില്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും രാവിലത്തെ തിരക്കിലായിരിക്കും അല്ലേ, അങ്ങനെ വിചാരിക്കുന്നു. പിന്നെന്താ പറയണ്ടേ, ഒന്നുമില്ല, ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ വന്നതാണ് രാവിലെ. എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയുണ്ടാ? നമ്മളെ വീട് ഇതാ അവിടെയാണ്, ഇതിൻ്റെ ഇടയിലൂടെ കാണും ആ റോസ് പെയിൻ്റ് അടിച്ച് ആ ജനൽ തുറന്നാൽ പുഴയാണ്. പുഴ അപ്പോൾ എത്ര രസമാണല്ലേ. നമ്മളെ വീട്ടിൻ്റെ ജനൽ, അതായത് നമ്മളെ ബെഡ്റൂമിൻ്റെ ജനൽവാതിൽ തുറന്നാൽ കാണുമോ പുഴയാണ്. പക്ഷെ അന്ന് എനിക്ക് ഇതൊന്നും അത്ര വലിയ ഇതായിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ വീടെല്ലാം എടുത്ത് പോയി അവിടെയെല്ലാം നിൽക്കുമ്പോൾ ഈ ഒരു പഴയ കാലമെല്ലാം ഓർമ്മിക്കുമ്പോൾ ഭയങ്കര എന്ന് വെച്ചാൽ ഈ ഒരു ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മക്കളൊന്നും എണീച്ചിട്ടില്ല, ഇപ്പോൾ എണീക്കും. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ഞാൻ വെറുതെ രാവിലെ ഇവിടെ വന്നിന്. ഓക്കെ, പിന്നെ എന്തെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചായയെല്ലാം കുടിച്ച് അവരവരെ ജോലിയെല്ലാം പോലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ബൈ.